ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് സദ്യക്ക് കിട്ടാവുന്ന കുറുക്ക് കാളൻ. ഓക്കെ, അപ്പോൾ എന്താ കുട്ടിയെ ആകപ്പാടെ ഇത്തിരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കണ്ട. നോക്കുന്ന സദ്യ ഒന്നും അല്ലല്ലോ, ഇതിനു വേണ്ടി മാത്രം കാണിക്കല്ലേ. ആരും അതൊക്കെ കഴിക്കുക? ആകപ്പാടെ കുറച്ച് വെച്ചാൽ ഞാനും കണ്ണേട്ടനും തന്നെ കഴിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ടു മണി ആയിട്ട് കാണിച്ചു തരുന്നത്. എന്താ വെച്ചാൽ കാണിക്കുമ്പോ പ്രൊസീജിയർ അറിഞ്ഞാൽ മതിയല്ലോ. കഷ്ണങ്ങൾ കൂട്ടോ കുറയ്ക്കും നമ്മുടെ ചോയ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ചേനയും കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് മുറിക്കുക. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ഓക്കെ, ഇനി ഒരു കുറച്ച് വെള്ളം മതി. ബിക്കോസ് ഇത് ഒന്നായി കഴിയണ സമയത്ത് നമ്മൾ അതിലേക്ക് തൈര് ഒഴിച്ചിട്ട് കുറുക്കും. അപ്പോൾ ഇത്ര കുറച്ച് വെള്ളത്തിൽ അതൊന്ന് ആവി കയറ്റി എടുക്കുക. കുറുക്കുകാലിന് വേണ്ട അരപ്പ് നോക്കാം. അരക്കപ്പ് തേങ്ങ, 1 സ്പൂണ് ജീരകം, 1 പച്ചമുളക്. ഇത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോളൂ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കൂടി മിക്സ് ചെയ്യാം. ഇപ്പം നോക്കട്ടെ. യെസ്, കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് ചേന കണക്ക് ഇത്രയാണ് കണ്ടോ, ചേന വേവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാൽ ഓക്കെയാണ്. ഈ സമയത്ത് നല്ല പുളിച്ച തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. തൈര് പിരിയരുത്. ഇനി നോക്കൂ, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇല്ലെങ്കിൽ തൈര് പിരിയും. നമുക്കതല്ല വേണ്ടത്. ഈ ഒരു കഷ്ണത്തിലേക്ക് ആ പുളിപ്പ് കറക്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കൈ ഇളക്കാതെ ഇങ്ങനെ ഇത് വറ്റണ വരയ്ക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടുള്ളൂ. ഇനി എന്നിട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിക്കാം. ഇപ്പം നോക്കൂ, കൈയെടുക്കാതെ ഇളക്കി 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 ഇതൊരു കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് പച്ചമുളകും തേങ്ങയും ജീരകവും കൂടി അരച്ചു വെച്ചത് ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ട് കുറുകട്ടെ. കൈയെടുക്കാതെ ഇളക്കുക. ഇപ്പോൾ കുറുക്ക് കാളൻ കറക്റ്റായിട്ട് കുറുകി നീറ്റായിട്ട് എല്ലാം ആ തേങ്ങയും എന്താ പറയുക ജീരകത്തിൻ്റെ മിക്സും തൈരും ഒന്നും പിരിയാതെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഓഫ് ചെയ്യാൻ ഇനിയാണ് നമ്മൾ വറുത്തിടാൻ പോകണം. വറുത്തിടുന്നത് ഏതിലാ? നെയ്യിലാണ്. അത് ശരി, എന്താണ് പറയുക, ഇങ്ങനെയാണോ തൈരും മോരൊഴിക്കുന്നതിൽ നെയ്യിലാണോ ചോദിക്കും. അതാണ് കുറുക്ക് കാളൻ്റെ പ്രത്യേകത. നെയ്യിൽ വറുത്തിടുന്നതാണ് അതിൻ്റെ രുചിയും. ഓക്കെ, ഇനി വറുത്തിടാം. ഇപ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ കടുക്, ജീരകം, ഉലുവ, വറ്റൽമുളക് ആൻഡ് കറിവേപ്പില ഒക്കെ ഒരു പിഞ്ചായിട്ടുള്ള രീതിയിൽ മതിയിട്ടുള്ളൂ. കൂടുതലൊന്നും വേണ്ട. ഉലുവ ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ സമയത്ത് നമ്മൾ അതിലേക്ക് ഒഴിക്കും. നെയ്യിൽ ഉലുവ സൂപ്പർ മണം. എന്താ ഒരു രുചി. പണ്ടത്തെയൊക്കെ കറികളുടെ ഒരു പ്രത്യേകതയും അത്രയേ ഉള്ളൂ. ഇനി ഇതിവിടെ വെക്കട്ടെ. സൂപ്പർ
കുറുക്കുകാളൻ റെഡിയായി. ഇത് ശരിക്കും പറഞ്ഞാൽ സദ്യയുടെ തലേദിവസം ഉണ്ടാക്കി വെക്കൂ, അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാം. നാളെയാണ് സദ്യ എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കുറുക്കുകാളൻ ഉണ്ടാക്കി വെക്കും. എനിക്ക് എന്തായാലും രുചിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അടിപൊളി, എന്താ സൂപ്പറായിട്ടുണ്ട്. അത്രേ ഉള്ളൂ, കുറുക്കുകാളൻ റെഡി. ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടാവും. ഓക്കെ, അപ്പൊ വിനീസ് കിച്ചണിൽ വീണ്ടും വേറൊരു വിഭവമായി കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.